മേശയുടെ റൂട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് എങ്ങനെ പറയാൻ പറ്റും ഇംഗ്ലീഷിൽ? സിറ്റ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അവൻ മേശയുടെ മണ്ട കയറി ഇരിക്കത്തില്ലേ? സിറ്റ് ഇൻ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അവൻ അകത്ത് കയറി പോകത്തില്ലേ? അപ്പോൾ സിറ്റ് അറ്റ് ദ ടേബിൾ ആൻഡ് എൻജോയ് ദ ഫുഡ് എന്ന് നമ്മൾ പറയണം. അവൻ ഗേറ്റിന് അവിടെ ഉണ്ട് എന്നെങ്ങനെയാണ്? ഹീസ് ഓൺ ദ ഗേറ്റ് ആണോ? ഗേറ്റിന് മണ്ടയ്ക്കാണോ? ഹീസ് ഇൻ ദ ഗേറ്റ്, അകത്ത് കമ്പിക്കിടക്ക് വെച്ചേക്കാണോ? അല്ല, ഹീസ് ആറ്റ് ദ ഗേറ്റ്, ഹീസ് ആറ്റ് ദ ഡോർ, ഹീസ് ആറ്റ് ഹോം. ആം ആറ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ട്. ചിലപ്പോൾ ഞാൻ വെളിയിൽ കിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ബാത്റൂമിലായിരിക്കാം, കിടന്നുറങ്ങായിരിക്കാം, വീട്ടിലുണ്ട് അവിടെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആറ്റ് ഉപയോഗിക്കുന്നത്. ആം ആറ്റ് അഡൂർ, ഞാൻ അഡൂരിലുണ്ട്. അതേസമയം ഞാൻ അഡൂരിലാണ് ജീവിക്കുന്നത് എന്നെങ്ങനെ പറയാം? ഐ ലിവ് ഇൻ അഡൂർ, ഐ ലിവ് ഇൻ കേരള. അപ്പോൾ രണ്ടാമത് ആറ്റ് നമ്മൾ സമയം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. വിൽ സ്റ്റാർട്ട് ദ ക്ലാസ് അറ്റ് 9 AM, 9 മണിക്ക് സൂക്ഷ്മം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത് അതിൽ അവിടെ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആറ്റ് ഉപയോഗിക്കും. ഹീസ് ആറ്റ് വർക്ക്, ആൻഡ് വർക്കിലാണ്, ഹീസ് ഓൺ വർക്കിന് മണ്ടയ്ക്ക് കയറിയിരിക്കുമല്ല. ഐ എം ഗുഡ് അറ്റ് പ്ലേയിങ് ഗിറ്റാർ, ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്യുന്നതിൽ വളരെ വിദഗ്ധനാണ്. ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്, ഞാൻ അതിൽ വളരെ വിദഗ്ധനൊന്നും അല്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആറ്റ് ഉപയോഗിക്കുന്നത്. പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ, ബൈ. അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എല്ലാ മാസവും ഉണ്ട്. ജോയിൻ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ടേക്ക് കെയർ, ബൈ.